എന്താണ് വിവാഹം? ബൈബിൾ പറയുന്നതും പഠിപ്പിക്കുന്നതും ഇങ്ങനെയാണ്: പിതാവായ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതും പുത്രനായ യേശുവിനാൽ സാന്നിധ്യം കൊണ്ടും പഠിപ്പിക്കൽ കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടതും പരിശുദ്ധാത്മാവ് ലേഖനങ്ങളിലൂടെ ഉറപ്പിച്ചതുമാണ് വിവാഹം. മാനവ ചരിത്രത്തിൻ്റെ ഏതാണ്ട് 6000-7000 വർഷത്തെ ചരിത്രം പറയുന്നുണ്ട്. അതിനു മുമ്പുള്ള സംസ്കാരങ്ങളുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ വ്യക്തമായ തെളിവുകളുള്ള 6000-7000 വർഷത്തെ മാനവ ചരിത്രത്തിൽ ഇന്നുവരെയും ഒരു മതത്തിനോ ഒരു പ്രസ്ഥാനങ്ങൾക്കോ അവകാശപ്പെടാനില്ലാത്തതുപോലെ ബൈബിളാണ് വിശുദ്ധ വിവാഹത്തെ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എപ്പോൾ തുടങ്ങിയെന്ന് വിശുദ്ധ ബൈബിളിലാണ് കാണുന്നത്. അതിങ്ങനെയാണ്: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം മനുഷ്യന് തക്കതായ തുണയെ കൊടുത്തു. അവിടെയാണ് കുടുംബം തുടങ്ങുന്നത്. പിന്നീട് ബൈബിൾ മുഴുവനും പഠിച്ചാൽ ദൈവം അനുഗ്രഹിക്കുമ്പോൾ കുടുംബമായിട്ടാണ് അനുഗ്രഹിക്കുന്നത്. ഒരു പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ നിന്ന് ദൈവം നോഹയെയും കുടുംബത്തെയും രക്ഷിച്ചു. ദൈവം ഇസ്രായേൽ എന്ന രാഷ്ട്രമുണ്ടാക്കുന്നതിന് മുമ്പേ അബ്രഹാമിനെയും കുടുംബത്തെയും വിളിച്ചു വേർതിരിച്ചു. മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ പുറപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു: പ്രത്യേകം കുടുംബമായി അവർ പുറപ്പെട്ടു. എന്തിനേറെ വായിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മനോഹരമായൊരു പദം അവിടെ കാണുന്നു: സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്താൽ സ്ഥാപിതമായ ഈ കുടുംബജീവിതത്തിലേക്ക് ഇന്നിവർ പ്രവേശിക്കുമ്പോൾ എന്താണ് വിവാഹം, എന്തിനാണ് വിവാഹം, അതിൻ്റെ കടപ്പാടുകൾ എന്ത് എന്ന് അടുത്ത 10-12 മിനിറ്റിനുള്ളിൽ പറഞ്ഞ് ഞാൻ എൻ്റെ സമയം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് വിവാഹം? മോനെ പാസ്റ്റർ ജസ്റ്റിൻ, വിവാഹം എന്ന് പറയുന്നത് സിസ്റ്റർ അഞ്ജു, ബൈബിൾ പറയുന്നു അത് ദൈവത്താൽ കേന്ദ്രീകൃതമായിരിക്കണം, ഗോഡ് സെൻറ്റേഡ് ആയിരിക്കണം. എന്തുകൊണ്ട് ദൈവത്താൽ കേന്ദ്രീകൃതമായിരിക്കണം? അത് സ്ഥാപിച്ചത് ദൈവത്താൽ ആയതുകൊണ്ട് അത് ദൈവിക കേന്ദ്രീകൃതമായിരിക്കണം. ബൈബിൾ പറയുന്നു മുപ്പരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. എന്താണ് മുപ്പരിച്ചരട്? നമുക്കറിയാം, ഒരു ചരടും അതിൻ്റെ മുകളിൽ ഒരു ചരടും ഇട്ട് പിന്നുമ്പോൾ അതിൻ്റെ മുകളിൽ വേറൊരു ചരടും ഇട്ട് പിന്നിയാൽ അതിനെ മുപ്പരിച്ചരടെന്ന് പറയുന്നു. ഇന്ന് അല്പസമയം കഴിയുമ്പോൾ നിങ്ങളെ രണ്ടുപേരെയും കൂടെ കർത്താവിൻ്റെ ദാസൻ തൻ്റെ മേൽ പകർന്നിരിക്കുന്ന കൃപയാൽ ഒരുമിപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുമ്പോൾ നിങ്ങൾ തന്നെയല്ല, നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. അത് ഒരുമിച്ച് വരുമ്പോൾ ഒരു ശക്തികൾക്കും നിങ്ങളെ തകർക്കാനോ നിങ്ങളെ പിരിക്കാനോ കഴിയില്ല. ഇന്ന് പകലിൽ ഇതിനകത്തിരിക്കുന്ന സകലരോടും പറയാം, ദൈവത്താൽ യോജിപ്പിക്കപ്പെട്ട, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെയും തകർക്കാൻ പിശാചിന് കഴിയില്ല. നിങ്ങൾക്കറിയാമോ, വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരൻ പെണ്ണ് കാണാനായി പോയി. അദ്ദേഹം പെണ്ണ് കാണാൻ ആ വീട്ടിൽ ചെന്നിട്ട് പെൺകുട്ടിയെ കണ്ടിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ വിവാഹമൊക്കെ കഴിക്കാം, പക്ഷേ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം വേറൊരാൾക്കായിരിക്കും. ഞാൻ ചിന്തിക്കുമായിരുന്നു, അടൂരം കാണാമായിരുന്നു ആ കൊച്ചപ്പനോട് പറഞ്ഞേനെ, ഈ മനുഷ്യനെ എനിക്ക് വേണ്ട. പക്ഷെ അവളും ഒട്ടും വിട്ടുകൊടുത്തില്ല. അഞ്ജു, അവളും പറഞ്ഞു, നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കാം, പക്ഷേ എൻ്റെ മനസ്സിൽ വേറൊരാൾക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം. വർഷങ്ങൾ കുറേ കഴിഞ്ഞു. 92 വയസ്സുള്ള ആ സഹോദരി മരിക്കുമ്പോൾ തൻ്റെ ഭർത്താവ് സുപ്രസിദ്ധനായ സുവിശേഷകൻ ബില്ലി ഗ്രഹാം അദ്ദേഹത്തെ മുമ്പോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, യാത്രയയപ്പിൻ്റെ മെസ്സേജ് കൊടുക്കാൻ. മരിച്ച രൂത്ത് എന്ന് പറയുന്ന സിസ്റ്റർ. അന്ന് ബില്ലി ഗ്രഹാം പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ എന്നേക്കാൾ കൂടുതൽ ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതാവായി, എനിക്കും നല്ല ഭാര്യയായി, ലോകപ്രസിദ്ധമായ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ എൻ്റെ കൂടെ നിന്ന എൻ്റെ പ്രിയ രൂത്തിന്
ഞാൻ കണ്ണുനീരോടെ വിട പറയുന്നു. എത്ര മനോഹരമാണ് ക്രിസ്തീയ ജീവിതം. മക്കളെ, ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ബില്ലി ഗ്രഹാമിൻ്റെയും ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച രൂത്തിൻ്റെയും കുടുംബം തകർന്നില്ല. ഇന്നും ആ പേര് പറയുന്നത് നമുക്ക് അഭിമാനമാണ്. ഞങ്ങളും കേൾക്കും, കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ 50, 60, 80 വയസ്സൊക്കെ കഴിയുമ്പോൾ, ദണ്ട നിങ്ങൾ കൈയടിച്ചില്ല, ഒരു നല്ല കൈയടി കൊടുത്താൽ, ഒരു 80 വയസ്സൊക്കെ കഴിയുമ്പോൾ മക്കളോടും കൊച്ചുമക്കളോടും ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമായി നിങ്ങളും തീരട്ടെ. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇന്നിവിടെ വന്നത്. ഇന്ന് പകലിൽ ദൈവ കേന്ദ്രീകൃതമായ ഗോഡ് സെൻറ്റേഡായ ഒരു കുടുംബവും തകരാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അതിൻ്റെ പിന്നിലുള്ള സകല വെല്ലുവിളികളെയും യേശുവിൻ്റെ നാമത്തിൽ അത് മുറിഞ്ഞു മാറട്ടെ. ആമേൻ, ഹല്ലേലൂയ. എന്താണ് വിവാഹം? ഒന്ന്, അത് ദൈവിക കേന്ദ്രീകൃതമായിരിക്കണം, ഗോഡ് സെൻറ്റേഡ് ആയിരിക്കണം. 2, എന്താണ് വിവാഹം? അത് വേഡ് സെൻറ്റേഡ് ആയിരിക്കണം, വചന കേന്ദ്രീകൃതമായിരിക്കണം. എന്തുകൊണ്ട് വചന കേന്ദ്രീകൃതമായിരിക്കണം? നമ്മൾ കടയിൽ പോയി ഒരു ഉപകരണം മേടിച്ചാൽ അതിൻ്റെ കൂടെ യൂസർ മാനുവൽ എന്ന് പറയുന്നൊരു ചെറു ബുക്ക് കിട്ടും, അല്ലേ? കിട്ടിയാൽ നമ്മൾ അതെടുത്ത് പതുക്കെ എവിടോട്ടേലും മാറ്റി വെക്കും, പിന്നെ നോക്കാറേയില്ല. എന്നാൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്? ഈ ഉപകരണത്തിന് ഒരാവശ്യം, ഒരു കേട് വന്നാൽ എവിടെ സർവീസ് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കണം, എവിടെയാണ് ഒരു പ്രശ്നമുണ്ടായാൽ കോണ്ടാക്ട് ചെയ്യേണ്ടത്, എത്രയാണ് ഇതിൻ്റെ വാലിഡിറ്റി ഡേറ്റ്, ഇതെല്ലാം യൂസർ മാനുവലിനകത്തുണ്ട്. ഇതുപോലെ ദൈവം സ്ഥാപിച്ച കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനായി ദൈവം നൽകിയതാണ് വിശുദ്ധ വചനം. ആ വചനത്താൽ അനുസരിച്ച് നടന്നാൽ യൂസർ മാനുവൽ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് ലൈഫ് ലോങ് കിട്ടുന്നത് പോലെ കുടുംബം സ്ഥാപിച്ച ദൈവം പറയുന്ന നിയമങ്ങൾ പാലിച്ചാൽ നമ്മുടെ കുടുംബജീവിതവും ലൈഫ് ലോങ് ആയിട്ട് മാറും, അനേകർക്കും അനുഗ്രഹമാകും. പാസ്റ്റർ ജസ്റ്റിൻ ഇതിനകത്ത് നമ്മൾ പാലിക്കേണ്ട ഒത്തിരി കടമകൾ, കേട്ടോ സിസ്റ്റർ അഞ്ജു, കടപ്പാടുകളുണ്ട്. അതെല്ലാം 1, 2, 3 എന്ന് പറഞ്ഞാൽ ഇന്ന് 12:30 ഇവിടുത്തെ ഈ ശുശ്രൂഷ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ആ വചനത്താലാണ് നിങ്ങളുടെ കുടുംബജീവിതം നയിക്കുന്നു എങ്കിൽ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനകത്ത് ഭാര്യയോടും ഭർത്താവിനോടുമുള്ള കടപ്പാടുകളുണ്ട്. ഭാര്യമാരോട് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും 3 പറയാം. 1, അനുസരിക്കുക. 2, കീഴ്പ്പെടുക. 3, ഭയപ്പെടുക. അനുസരിക്കുക, കീഴ്പ്പെടുക, ഭയപ്പെടുക. ആദ്യത്തെ 2 പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. 3 പറഞ്ഞപ്പോൾ ചിലരുടെ മുഖത്തിനൊക്കെ ഒരു വിഷമം. ഭയപ്പെടുക, ഈ പാസ്റ്റർ എന്നാ പറയുന്നേ? പൂച്ചയെ കാണുമ്പം എലി ഭയപ്പെടുന്നത് പോലെ, പോലീസിനെ കാണുമ്പോൾ കള്ളൻ ഭയപ്പെടുന്നത് പോലെ, ഭാര്യമാർ ഭർത്താവിനെ കാണുമ്പോൾ ഓടി ഒളിക്കണമെന്നാണോ അതിൻ്റെ അർത്ഥം? നോ, അത് മലയാളം പരിഭാഷയിൽ വന്ന ഒരു പിഴവാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് റെസ്പെക്റ്റ് എന്ന പദമാണ്. റെസ്പെക്റ്റ്, ബഹുമാനിക്കുക. എന്താണ് ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ? ഭർത്താക്കന്മാർ വരുമ്പോൾ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യണമെന്നാണോ? അല്ല, അവരെ ബഹുമാനിക്കുക. വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ബഹുമാനിക്കുമെങ്കിൽ നിന്റെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമാകും. കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പം ഒരു ദൈവദാസൻ പറഞ്ഞൊരു ചിന്തയാണ്. കുഞ്ഞുങ്ങൾക്ക് അവധിയായപ്പം പപ്പ ഇരുന്നുകൊണ്ട് പറഞ്ഞു, എല്ലാവരും റെഡി ആയിക്കോ, നമ്മൾ സൂവിൽ പോകുകയാണ്. സൂവിൽ, കാഴ്ച ബംഗ്ലാവിൽ പോവുകയാണ്. ഉടനെ അടുക്കളയിൽ ദോശ ചുട്ടുകൊണ്ടിരുന്ന അമ്മാമ്മ എവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഇവിടെ ആരും പോകുന്നില്ല. ഒരു പാസ്റ്റർ പറഞ്ഞതാണ്, ഇവിടെ ആരും പോകുന്നില്ല. ഉടനെ പപ്പ പറഞ്ഞു, പ്രോഗ്രാം ക്യാൻസൽ. ഉടനെ മൂത്ത മോൾ ഓടി വന്നിട്ട് ചോദിച്ചു, പപ്പ പോകുന്നില്ലേ? ഇല്ല. ഞാനൊരു കാര്യം പപ്പയോട് ചോദിക്കട്ടെ, എന്നാണ്? പപ്പയ്ക്ക് സിംഹത്തെ പേടിയുണ്ടോ? എന്തിനാ പേടിക്കുന്നേ? അത് കൂട്ടിലല്ലേ. പുലിയെ പേടിയുണ്ടോ? ഇല്ല. എന്തിനാ പേടിക്കുന്നേ? അതും കൂട്ടിലല്ലേ. കടുവയെ പേടിയുണ്ടോ? ഇല്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞ പപ്പയ്ക്ക് മമ്മിയെ മാത്രമേ ഉള്ളൂ പേടിയല്ലേ.
അപ്പോൾ അങ്ങനത്തെ ഒരു ഭയമുണ്ട്. ഇതൊക്കെ ലോകത്തിൻ്റെ ചിന്തകളാണ് ജസ്റ്റിൻ പാസ്റ്റർ. പക്ഷേ കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിൽ വിശ്വസിച്ച് ജീവിച്ച കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ മുന്നേറുവാൻ ഇടയാകും. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന എല്ലാവരുടെ മേലും ആ വചന കേന്ദ്രീകൃതമായ ബ്ലെസ്സിങ് ഒരു കുടുംബജീവിതം നയിക്കുവാൻ ഇടയാകട്ടെ. ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, വിവാഹത്തിന് ഏറ്റവും നല്ല പദം കവനന്റ്, ഉടമ്പടി എന്ന പദമാണ്. അതോട് ചേർന്നൊരു പദമാണ് കരാർ. കരാറുമുണ്ട്, ഉടമ്പടിയുമുണ്ട്. കോൺട്രാക്ട് ആൻഡ് കവനന്റ്. കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മാറാൻ പറ്റും. നിങ്ങളൊരു കാര്യം, ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ മനോഹരമായ ബിൽഡിംഗ് ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു 6 മാസം കൊണ്ട് ഇതിൻ്റെ പണി തീർത്തു തരാം. പക്ഷേ 6 ആയി 8 ആയി 10 ആയി കഴിയുമ്പോൾ വേണമെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കോൺട്രാക്റ്റിൽ നിന്ന് മാറാം. ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് കോൺട്രാക്റ്റിൽ നിന്ന് മാറാനായി പറ്റും. എന്നാൽ കവനന്റിന് അങ്ങനെയല്ല, ഉടമ്പടിയാണ്. എന്താണ് ഉടമ്പടി? ഉടമ്പടി എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വിശുദ്ധ സഭയെ സാക്ഷി നിർത്തി, ദൂതന്മാരെ സാക്ഷി നിർത്തി നിങ്ങൾ പറയുന്ന വാക്കുകളാണ് ഉടമ്പടി. ഉടമ്പടി. ചിലരെങ്കിലും ചോദിക്കും, ഉടമ്പടിക്ക് ഇത്ര ശക്തിയുണ്ടോ? നമുക്കറിയാം, നമ്മുടെ മന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ പ്രധാനമന്ത്രിമാരോ ഒക്കെ അവരുടെ പൊസിഷനിലേക്ക് വരുമ്പോൾ അവർ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിയാണ് ആ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അവർ പറയുന്ന വാക്കുകൾ, അവർ എടുക്കുന്ന തീരുമാനങ്ങൾ, അവർ ജനത്തിൻ്റെ മുമ്പിൽ പറയുന്നത് സത്യപ്രതിജ്ഞ. ഇതുപോലെ ഇന്ന് പകലിൽ ഇവിടെ ദൈവസന്നിധിയിൽ എടുക്കുന്ന ഉടമ്പടി വാക്കുകൾ, അത് എനിക്ക് തോന്നുന്നത് വാക്കുകൾ വളരെ കുറവാണ്. എന്നാൽ വാക്കുകളുടെ വലിപ്പത്തിലല്ല, അതിൻ്റെ അർത്ഥം ഭയങ്കരമാണ്. മോളെ, കോൺട്രാക്ട്, കരാർ, അതിന് ടൈം ലിമിറ്റുണ്ട്. കോൺട്രാക്റ്റിന് ടൈം ലിമിറ്റുണ്ട്. പക്ഷെ ഉടമ്പടിക്ക് ടൈം ലിമിറ്റില്ല. ഒരിക്കൽ നമ്മുടെ ടിജോ പാസ്റ്റർ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്, ഇത് എക്സിറ്റ് ഇല്ലാത്തൊരു വാതിലാണ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറിയപ്പോൾ 2-3 വാതിലുണ്ട്, ഏതിലേക്കൂടെ വേണേലും ചാടി ഇറങ്ങിപ്പോകാം. പക്ഷേ ഈ ഉടമ്പടിക്ക്, കേട്ടോ, ഈ ഉടമ്പടിക്ക് എക്സിറ്റ് വാതിലില്ല. മരണത്താൽ നമ്മളെ തമ്മിൽ വേർപിരിക്കും വരെ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തതാണ് ഉടമ്പടി. അത് നമ്മുടെ മരണം വരെയുള്ളതാണ്. അതാണ് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വചന കേന്ദ്രീകൃതമായ വിവാഹമാണെങ്കിൽ അത് തകരാൻ ദൈവം അനുവദിക്കത്തില്ല. മൂന്നാമത്, 1 ഗോഡ് സെൻറ്റേഡ് ആയിരിക്കണം, 2 വേർഡ് സെൻറ്റേഡ് ആയിരിക്കണം, 3 ലവ് സെൻറ്റേഡ് ആയിരിക്കണം, സ്നേഹത്തിൽ അധിഷ്ഠിതമായതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കുടുംബജീവിതം, വിവാഹം എന്ന് പറയുന്നത് സ്നേഹത്തിലായിരിക്കണം. സ്നേഹത്താൽ ഒരു കുടുംബജീവിതം നയിക്കപ്പെടുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമാണ്. പലരും പറയും, എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഭാര്യയോട്, പക്ഷേ അത് കാണിക്കാറില്ല. എന്നാൽ സ്നേഹം അത് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതാണ്, പ്രകടിപ്പിക്കേണ്ടതാണ്. ജോയിനിങ് ടുഗദർ ഈസ് ബിഗിനിങ്, കീപ്പിംഗ് ടുഗദർ ഈസ് പ്രോഗ്രസ്, നോയിങ് ടുഗദർ ഈസ് ഫ്രണ്ട്ഷിപ്പ്, ലിവിങ് ടുഗദർ ഈസ് ലൈഫ്, ഡൈ ഫോർ ഈച്ച് അതർ ഈസ് ലവ്. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയമായി മരിക്കുക, ത്യജിക്കുക. അതാണ് സ്നേഹം. ആ ഏറ്റവും വലിയ സ്നേഹം എവിടെയാണ് കാണുന്നത്? ക്രൂശിലാണ്. യേശു എന്തിനാ മരിച്ചേ? സഭയ്ക്ക് വേണ്ടി. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ആ സ്നേഹം വെളിപ്പെടുമ്പോൾ ആ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമാണ്. എവിടെ സ്നേഹം വെളിപ്പെടുമോ? പണ്ട് ഒരപ്പച്ചനും അമ്മച്ചിയും ബൈക്കേൽ ഇങ്ങനെ പോകുകയാണ്. ബൈക്കിൽ പോകുമ്പോൾ അമ്മച്ചി അപ്പച്ചനെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അയൽവക്കത്തുള്ള ഒരാൾ ചോദിച്ചു, ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണല്ലോ, നിങ്ങൾ ബൈക്കിൽ പോകുന്നത് കാണുമ്പോഴേ അറിയാം. ഉടനെ അമ്മച്ചി തിരിച്ചു പറഞ്ഞ മറുപടി ഇങ്ങനെ, ഇത് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു കട്ടറി നിന്നെ കൊണ്ട് ഞാൻ താഴെ ഇടുമെന്ന്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അങ്ങാരെയും കൊണ്ട് ചാടാൻ വേണ്ടിയാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. ലോകത്തിലുള്ള സ്നേഹം നമുക്ക് കാണുമ്പം വിചാരിക്കും ഭയങ്കര സ്നേഹമാണെന്ന്. പക്ഷേ 8
ഏറ്റവും വലിയ സ്നേഹം യേശുവിൻ്റെ സ്നേഹമാണ്. അഭിനയമല്ല യേശുവിൻ്റെ സ്നേഹം, ജീവൻ കൊടുത്തുള്ള സ്നേഹം. ആ സ്നേഹത്താൽ അധിഷ്ഠിതമായ കുടുംബം ഏറ്റവും അനുഗ്രഹമാകും. ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സ്നേഹത്താൽ അധിഷ്ഠിതമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നിങ്ങൾ നയിക്കട്ടെ. പാസ്റ്റർ ജസ്റ്റിൻ, നാലാമത് പ്രയർ സെന്റ്, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിരിക്കണം. ഞാൻ 4 കാര്യങ്ങളാണ് പറഞ്ഞു. 1 ഗോഡ് സെന്റ്, 2 വേർഡ് സെന്റ്, 3 ലവ് സെന്റ്, 4 പ്രയർ സെന്റ്. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിരിക്കണം. പാസ്റ്റർ ജസ്റ്റിൻ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരാളാണ്. പ്രാർത്ഥനയുടെ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇന്ന് തൊട്ട് അധികം പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങൾക്ക് സഹായിക്കട്ടെ. പ്രാർത്ഥനയുള്ള കുടുംബത്തെ കർത്താവ് കൈവിടില്ല. പ്രാർത്ഥനയുള്ള കുടുംബം തകരില്ല. നിങ്ങൾക്കറിയാമോ, പ്രാർത്ഥന എന്ന് പറയുന്നത് മതപരമായ ഒരു വാക്കല്ല, അത് കർത്താവുമായിട്ടുള്ള ആശയവിനിമയമാണ്. എവിടെ കർത്താവുമായിട്ടുള്ളൊരു ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, ആ വീട് തകരാൻ ഇടയാകില്ല. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് പോരായ്മ വന്നപ്പോൾ മോളെ അഞ്ജു, മറിയ ഓടി വന്ന് യേശുവിനോട് അത് അവതരിപ്പിച്ചു. അതിൻ്റെ റിസൾട്ട് അറിയാമോ? ആ വീട്ടിലെ പോരായ്മ ഇവരല്ലാതെ വേറൊരാൾ അറിയാൻ അനുവദിച്ചില്ല. കാരണം എന്നാണെന്നറിയാമോ? പറയേണ്ടവൻ്റെ അടുത്ത് പറയേണ്ട സമയത്ത് പറഞ്ഞപ്പോൾ ചെയ്യേണ്ടടുത്ത് ചെയ്യേണ്ടതുപോലെ യേശു ചെയ്തു. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പോരായ്മകളോ ഒക്കെ വരുമ്പോൾ ആ പ്രയറിനകത്ത്, പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് നമ്മൾ മുന്നിട്ട് നിന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഒരു സൺഡേ സ്കൂളിൽ ഒരു കുഞ്ഞിനോട് ടീച്ചർ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലെ പപ്പായും മമ്മിയും ഒക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് എടുത്ത വായിൽ പറയുക, എനിക്ക് പെട്ടെന്ന് പപ്പായാകണം. ടീച്ചർ ചോദിച്ചു, എന്തിനാടാ നിനക്ക് പപ്പായാകുന്നേ? ഉടനെ ആ കുഞ്ഞ് പറയുകയാണ്, പപ്പായായാൽ പിന്നെ പ്രാർത്ഥിക്കടാ എന്ന് പറഞ്ഞാൽ മതി, വേദപുസ്തകം വായിക്കടാ എന്ന് പറഞ്ഞാൽ മതി, പഠിക്കടാ എന്ന് പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. പല കുടുംബങ്ങളിലും പഠിക്കടാ, ചെയ്യടാ, പ്രാർത്ഥിക്കടാ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ യഥാർത്ഥമായ ഒരു പ്രയർ ലൈഫ് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ, ഞാൻ പറയാം, പെരുവെള്ളത്തിൻ്റെ മീതെ അത്ഭുതകരം നിങ്ങൾ കാണും. തീച്ചൂളയുടെ നടുവിൽ അധികാരത്തിൻ്റെ ശക്തി നിങ്ങൾ കാണും. വാവിളർന്നു നിൽക്കുന്ന സിംഹത്തിൻ്റെ മുമ്പിൽ അത്ഭുത വിടുതൽ നിങ്ങൾ കാണും. 35 വർഷങ്ങൾക്ക് മുമ്പ് സൂയിസൈഡ് ചെയ്ത് മരിക്കാൻ പോയ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനയാണ് ഇന്ന് എന്നെ ഈ വേദിയിൽ കൊണ്ടുവന്നിരുത്തിയത്. കർത്താവിൻ്റെ കരം ഞങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങുന്നതും ആ കർത്താവിൻ്റെ മഹത്വം ഞങ്ങളുടെ ലൈഫിൽ വരുന്നതും കാണുവാൻ ഇടയായി. ആ കരം ഇന്നും നടത്താൻ കാരണം, ആമേൻ, പ്രാർത്ഥിക്കുവാൻ ഒരു കുടുംബം തയ്യാറായാൽ പ്രാർത്ഥിക്കുന്ന കുടുംബം തകരാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകലിൽ ദൈവദാസന്മാരായ ഞങ്ങൾ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കാൻ ഒരാൾ തയ്യാറായ ആ കുടുംബം തകരാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ വിവാഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കാം. 1, ഇത് ഗോഡ് സെൻറ്റേഡ് ആയിരിക്കണം, ദൈവിക കേന്ദ്രീകൃതമായിരിക്കണം. 2, വേർഡ് സെൻറ്റേഡ് ആയിരിക്കണം, വചനത്താൽ അധിഷ്ഠിതമായിരിക്കണം. 3, ലവ് സെൻറ്റേഡ് ആയിരിക്കണം, സ്നേഹത്തിന് അധിഷ്ഠിതമായിരിക്കണം. 4, പ്രയർ സെൻറ്റേഡ് ആയിരിക്കണം, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മോനെ, സ്നേഹത്താൽ അധിഷ്ഠിതം എന്ന് പറയുമ്പോൾ സഹോദരിമാരോട് ഭർത്താക്കന്മാരെ അനുസരിക്കണം, കീഴ്പ്പെടണം, ബഹുമാനിക്കണം, അല്ലെങ്കിൽ ഭയപ്പെടണം എന്ന് പറയുമ്പോൾ നമ്മളോട് വചനം പറയുന്നത്, ഭർത്താക്കന്മാരോട് പറയുന്നത്, സ്നേഹിക്കുക. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ആ യഥാർത്ഥ സ്നേഹം വെളിപ്പെടുമ്പോൾ അവിടെ ഭയവും വരും, ബഹുമാനം വരും, അനുസരണം വരും, കീഴ്പ്പെടൽ വരും. ആ സ്നേഹത്താൽ നിങ്ങൾ നിറയപ്പെടട്ടെ. ഒടുവിലായി 5-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് മർമ്മത്തിൽ അധിഷ്ഠിതമാണ് വിവാഹം, മിസ്റ്ററി സെൻറ്റേഡ്. എന്താണ് മർമ്മത്തിൽ അധിഷ്ഠിതം? വേഗത്തിൽ ഒരു വിവാഹം നടക്കാൻ പോകുന്നു, അതൊരു മർമ്മമാണ്. ഇന്നിവിടെ കാണുന്നത് ഒരു നിഴലാണെങ്കിൽ യഥാർത്ഥ പൊരുൾ വെളിപ്പെടാൻ പോകും. ഈ വിവാഹവേദിയിൽ ഞങ്ങൾക്ക് പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ആ മർമ്മം വിളിച്ചു പറയാനും. ആ മർമ്മം മറ്റൊന്നുമല്ല, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ.
എത്ര വലിയ പദവിയാണല്ലേ. ജസ്റ്റിൻ പാസ്റ്ററുടെ കല്യാണത്തിന് വരാൻ കഴിഞ്ഞതൊരു ഭാഗ്യമല്ലേ. അദ്ദേഹം ക്ഷണിച്ച പലരുമുണ്ട്, എല്ലാവർക്കും വരാൻ പറ്റിയില്ല. എന്നാൽ നമുക്ക് വരാൻ പറ്റിയത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണ്. അവരെ കാണാനും അവരെ ഒന്ന് ബ്ലസ് ചെയ്യാനും ഒരു ആശംസ അറിയിക്കാനും പറ്റുന്നത് നമുക്ക് സന്തോഷമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം പറയുന്നു, അതിനേക്കാൾ വലിയതാണ് കുഞ്ഞാടിൻ്റെ കല്യാണം. കുഞ്ഞാടിൻ്റെ കല്യാണമോ? ആദ്യമായിട്ട് കേൾക്കുമ്പം ചിലരെങ്കിലും സംശയമുണ്ടാകും, കുഞ്ഞാടോ കല്യാണമോ? എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? യോഹന്നാൻ 1:29 യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇന്ന് പകലിൽ ഇവിടെ കൂടി വന്ന ഓഡിയൻസിനോട് ആ പദം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ലോകത്തിൽ ഇനിയും ഏറ്റവും നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ചന്ദ്രനിൽ മനുഷ്യൻ വീട് വെക്കുകയോ താമസിക്കുകയോ ചെയ്യുന്നതായിരിക്കണമെന്നില്ല. പറക്കുന്ന കാറുകളുടെ യുഗമെന്നായിരിക്കണമെന്നില്ല. നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. ആ വരവിൽ എടുക്കപ്പെടുന്നതും ആ വരവിൽ ചേർക്കപ്പെടുന്നതും വലിയ ഭാഗ്യമാണ്. അതിനുവേണ്ടി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് യേശുവിൻ്റെ വരവിൽ പോകാൻ പറ്റുന്നത്? യേശുവിനെ സ്വന്തമാക്കുക. നിങ്ങൾക്കറിയാമോ, 2ാം ലോക മഹായുദ്ധ കാലത്ത് ഇംഗ്ലണ്ടിലെ ഒരു നാട്ടിൽ ചെറുപ്പക്കാരെ എല്ലാം പട്ടാളത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രഭുവിൻ്റെ മകനെയും ഒരു കർഷകന്റെ മകനെയും നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർത്തു. അന്ന് അങ്ങനെയായിരുന്നു, നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർത്തു. അങ്ങനെ പട്ടാളത്തിൽ ചേർത്ത് അവരൊരുമിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പട്ടാളത്തിൽ അവരുടെ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രഭുവിൻ്റെ മകൻ ഒരിക്കൽ മരിച്ചു യുദ്ധത്തിൽ. കർഷകന്റെ മകൻ, അവൻ നല്ലവണ്ണം പടം വരയ്ക്കുന്നവനായിരുന്നു. അവൻ ഈ പ്രഭുവിൻ്റെ മകൻ്റെ പടം വരച്ച് ആ സ്നേഹിതൻ്റെ നല്ല കാര്യങ്ങളൊക്കെ ഓർത്ത് അവൻ എങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ ജോലി കർത്തവ്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ ഇവൻ ഈ പടം കൊണ്ടുപോയി ആ പ്രഭു മകൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഗിഫ്റ്റായിട്ട് കൊടുത്തു. കാലങ്ങൾ കുറെ കഴിഞ്ഞു. അവരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും മരിച്ചു മാറ്റപ്പെട്ടു. പ്രഭുവിൻ്റെ വീട്ടിൽ നിന്ന് ഒടുവിൽ പ്രഭുവിൻ്റെ വീടും പ്രഭുവിൻ്റെ സാധന ജംഗമ വസ്തുക്കളെല്ലാം ലേലം വെക്കാനായി അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു. അത് പ്രഖ്യാപിച്ചു. അനേകർ ഈ വീടും വസ്തുവും സാധനങ്ങളും എല്ലാം കൊണ്ടുപോകാനായി ലേലം വിളിക്കാനായി അവിടേക്ക് വന്നു. ലേലം വിളി ആരംഭിച്ചു. ലേലം വിളി ആരംഭിച്ചപ്പോൾ ആ ലേലം വിളിക്കുന്നയാൾ പറഞ്ഞു, ആദ്യം നമ്മൾ ലേലം വിളിക്കുന്നത് ഈ പ്രഭുകുമാരന്റെ ഫോട്ടോയാണ്. ഇതാര് വാങ്ങിക്കുമെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് തീരുമാനിക്കാൻ. ലേലം വിളി ശക്തമായി. ഒരു പാവപ്പെട്ടയാൾ വന്ന് ആ പ്രഭുകുമാരന്റെ പടം മേടിച്ചു. ഫോട്ടോ വാങ്ങിച്ച് കയ്യിലേക്ക് വെച്ചപ്പോൾ ലേലം ചെയ്യുന്ന ആളുകൾ പറഞ്ഞു, ലേലം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. പ്രഭുകുമാരന്റെ ഫോട്ടോ വാങ്ങിച്ച ആളിന് സകലതും കൈമാറാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഉടനെ ആളുകൾ ചോദിച്ചു, ഇതെന്തൊരു കാര്യമാണ്? ഉടനെ അവർ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, കുമാരനെ കിട്ടിയവർക്ക് സകലതും കിട്ടിയിരിക്കുന്നു. അതുതന്നെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. പുത്രനെ കിട്ടിയോ? നിങ്ങൾക്ക് സകലതും കിട്ടി. ഇന്ന് പകൽ ഞങ്ങൾക്കൊരു പുത്രനെ ഉയർത്താനുണ്ട്. അവൻ്റെ പേര് യേശു എന്നാണ്. അവൻ മരിച്ചു, പക്ഷെ 3-ാം ദിവസം മരണത്തെ ജയിച്ച് എഴുന്നേറ്റു. താമസം വിന് അവൻ വരാൻ പോകുകയാണ്. എങ്ങനെയാണ് വരുന്നത്? വചനം പറയുന്നു, 1000 വിശുദ്ധ ദൂതന്മാരുമായി അവൻ സഭയെ ചേർക്കുവാൻ വരുന്നു. ചേർക്കുവാൻ എന്നുള്ളത് എൻ്റെ ഭാഷയാണ്. എന്നാൽ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് സഭയെ റാഞ്ചിക്കൊണ്ടുപോകാൻ വരുന്നു. എങ്ങനെയാണ് റാഞ്ചിക്കൊണ്ടുപോകുന്നത്? കോഴി കുഞ്ഞുങ്ങളെ, ആമേൻ, പുള്ളോ മറ്റു പക്ഷികളോ റാഞ്ചിക്കൊണ്ടുപോകുന്നത് അവരുടെ അനുവാദം ചോദിച്ചിട്ടല്ല. അവർ പോലും അറിയാതെ അവർ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എടുത്തോണ്ട് പോകും. ഇന്ന് പകൽ പാസ്റ്റർ ജസ്റ്റിന്റെ വിവാഹത്തിനായി വന്ന സകലരോടും ഞങ്ങൾ ആ പദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. താമസമിന് കാഹളധ്വനി കേൾക്കാൻ പോകുകയാണ്. കർത്താവുമായി ബന്ധമുള്ള, പുത്രനുമായി ബന്ധമുള്ള, പരിശുദ്ധാത്മാവുമായി ബന്ധമുള്ള തന്റെ സഭയെ ചേർക്കുവാൻ അവൻ വേഗത്തിൽ മേഘത്തിൽ വരാൻ പോകുന്നു. ആ കല്യാണത്തിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അത് നിങ്ങൾക്ക് മിസ്സാകരുത്. ആ വിവാഹം നിങ്ങൾക്ക് മിസ്സാകരുത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി നമുക്ക് ഉണരാം. അതിനുവേണ്ടി ആയിരങ്ങളെ ഉണർത്താൻ ഒരുക്കാൻ ഒരു മിഷണറി കുടുംബമായി
ദൈവം ഇന്ന് പകൽ നിങ്ങളെ യോജിപ്പിക്കട്ടെ. സന്തോഷമുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ച് അവർക്ക് നന്ദി പറഞ്ഞു. ആമേൻ. ഗ്രേസ് ഫാമിലിയുടെ സകല കുടുംബങ്ങളുടെയും സകല ശുശ്രൂഷകരുടെയും സകല ലീഡേഴ്സിൻ്റെയും സകല യൂത്ത് സൺഡേ സ്കൂൾ എല്ലാ മിനിസ്ട്രീസിൻ്റെയും പേരിൽ പ്രത്യേക ആശംസകൾ. എൻ്റെയും എൻ്റെ കുടുംബം, എൻ്റെ വൈഫ് സജിനി, കുഞ്ഞുങ്ങൾ എല്ലാവരുടെയും പേരുള്ള പ്രത്യേക ആശംസകൾ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നിങ്ങൾ ഒരുമിച്ച് രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ കർത്താവിൻ്റെ ശബ്ദമായി നിൽക്കാം. ഗോഡ് ബ്ലസ് യു.